ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാരീസ് കിച്ചൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് വീട്ടുവിശേഷങ്ങളായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടമായ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ, അതുപോലെ വീഡിയോകളൊന്ന് ഷെയർ ചെയ്യാനും കൂടെ ഒന്ന് ശ്രമിക്കുക. അതുപോലെ ഞാനിടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനുണ്ട്, അതും കൂടെയൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ കുട്ടി വിശേഷത്തിലേക്ക് പോയാലോ? അപ്പോൾ രാവിലെ തന്നെ വേണ്ട കാപ്പിയൊക്കെ തിളപ്പിച്ചു, മക്കൾക്കുള്ള പാലൊക്കെ തിളപ്പിച്ചു, കാപ്പി കൂടി കഴിഞ്ഞു. പിന്നെ വേണ്ട രാവിലത്തേന് ഉള്ളത് ഉണ്ടാക്കണം. അപ്പം വേണ്ട കുടിവെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ആണെങ്കിൽ ദോശയും ചമ്മന്തിയാണ്. അപ്പോൾ അതിന് വേണ്ട വെള്ളച്ചമ്മന്തി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടേക്കുന്നതുകൊണ്ട് കാണിച്ചില്ല എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ദോശയ്ക്ക് വേണ്ട പല രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ദോശ ഉണ്ടാക്കുന്നത്. വലുതായിട്ടും ഉണ്ടാക്കണം, ചെറുതായിട്ട് ഈ തട്ടുകട സ്റ്റൈലിൽ ചെറുതായിട്ടും ഒക്കെ ഉണ്ടാക്കണം. അപ്പം പല രീതിയിലായിപ്പോയി. ഒരു പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തപ്പം പിന്നെ ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഓരോ നിർബന്ധമായി മാറി. മക്കൾ വലുതാവും തോറും നിർബന്ധം കൂടുമെന്ന് പറയുന്നത് ശരിയാണ്. ഇവിടെ തന്നെ ഇപ്പം എനിക്ക് അങ്ങനത്തെ രീതി മതി, എനിക്ക് ഇങ്ങനത്തെ രീതി മതി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇപ്പം ഇട്ട് നല്ല വരവാക്കുക. അതുകൊണ്ട് വേണ്ട ചേട്ടന് തട്ട് ദോശ പോലത്തെ രീതി മതി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു. മക്കൾക്ക് ഒരാൾക്ക് കുട്ടി ദോശ മതി, ഒരാൾക്ക് പ്ലെയിൻ ദോശ വേണം. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കളികൾ. എല്ലായിടത്തും ഇങ്ങനെ ആയിരിക്കും അല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് ദോശയും ചമ്മന്തിയും പിന്നെ ഇന്ന് ഓംപ്ലേറ്റ് ഇല്ല, മുട്ട വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് മുളക് ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് മുളക് ഇഷ്ടമാണ്. അപ്പം അതാണ് ഇന്നത്തെ രാവിലത്തെ. അപ്പോൾ രാവിലത്തെ കഴിപ്പെല്ലാം കഴിഞ്ഞ് വേണ്ട ഉച്ചക്കത്തേന് ചോറൊക്കെ അടുപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പം വേണ്ട ചോറ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ നിർത്തിയിടും. ഗ്യാസിൽ വെക്കുന്നതുകൊണ്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് നിർത്തിയിട്ടിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് നന്നായിട്ടൊന്നും കൂടെ തിളപ്പിക്കുമ്പോഴത്തേന് ചോറ് വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ ഗ്യാസിൽ വെക്കാറ്. പിന്നെ വേണ്ട ഉച്ചക്കത്തേനാണെങ്കിൽ ഇന്ന് നമുക്ക് പരൽമീൻ തന്നെയാണ് പറ്റിക്കുന്നത്. അപ്പം വേണ്ട അത് എല്ലാം ചേർത്ത് വെച്ച് അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് മീൻ വറക്കുന്നതും കൂടി ചെയ്യുന്നുണ്ട്. അപ്പം കുറച്ച് തൂളി, കുറുവ, പിന്നെ ഈ കരിമീൻ അങ്ങനെയുള്ളതൊക്കെ കുറച്ച് ചേട്ടന് ചൂണ്ടയിട്ട് കിട്ടിയായിരുന്നു. അപ്പോൾ അതും വേണ്ട പുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതും വറക്കാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തൂളിമീൻ നല്ല മുള്ളുള്ളതാണ്. അതിൻ്റെ മുള്ളെന്ന് പറയുന്നത് വൈ പോലെ അതിൻ്റെ മുള്ളിരിക്കുന്നത്. ശരിക്കും നമ്മൾ വൈയില്ല അതുപോലെ തന്നെ ഇരിക്കുന്നത്. അപ്പം അത് നമുക്ക് കറി വെച്ച് കഴിയുമ്പോഴത്തേന് എല്ലാവരും കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പം വറക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് നല്ല ടേസ്റ്റാണ്. വറക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് അത് വറക്കാനും വെച്ചു. പിന്നെ വേണ്ട മീൻ ഇവിടെ പറ്റിക്കാൻ വെച്ചതായിട്ടുണ്ട്. അപ്പോൾ ഞാനിതങ്ങ് ഇനി തീ ഓഫ് ചെയ്യുവാണ്. വാങ്ങി വെച്ചു. പിന്നെ വേണ്ട വറക്കാനായിട്ടുള്ളതിന് ഒരു സൈഡായപ്പോൾ അത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം തോരനും കൂടെ വെക്കണം. അപ്പോൾ തോരന് ക്യാബേജ് ഉണ്ടായിരുന്നു, അത് വേണ്ട കൊത്തി അരിഞ്ഞിട്ടുണ്ട്. അതിലോട്ട് സവോളയും പച്ചമുളകും 2 കഷ്ണം വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ കൊത്തി അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങയും തിരുമ്മി ഇടണം. അങ്ങനെ തേങ്ങയും ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ട് ഞെരടി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിനി തോരൻ വെക്കണ്ടേ. അപ്പോൾ വേണ്ട ഒരു ചട്ടി അടുപ്പത്തോട്ട് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം അതിലോട്ടൊരു 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഞെരടി വെച്ചേക്കുന്ന ക്യാബേജിൻ്റെ കൂട്ടുണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ടൊരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് എല്ലാം കൂടെ തട്ടി പൊത്തി വെച്ച് അടച്ച് വെച്ച് ആവി കയറ്റി. അങ്ങനെയാണ് ഇവിടെ ക്യാബേജ് തോരൻ വെക്കാറ്. അപ്പോൾ ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കറി എന്ന് പറയുന്നത് പരൽ പറ്റിച്ചതും പിന്നെ തൂളിയും കുറുവയും കരിമീനും എല്ലാം കൂടെ ഉണ്ടായിരുന്നു. അത് ഫ്രൈയും ചെയ്തു. പിന്നെ തോരനും ഉണ്ട്. അതാണ് ഇന്ന് ഉച്ചക്കത്തെയും വൈകിട്ടത്തേയും കറികൾ. അപ്പം രാത്രി ആയപ്പോഴത്തേനും ഞാൻ വേണ്ട എണ്ണ കാച്ചാനായിട്ട് പോവാണ്. അപ്പം എണ്ണ കാച്ചുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ തുടക്കത്തിലേ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇതുപോലെ ഷോർട്ടായിട്ടും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അതിൽ ചാനലിൽ കയറിയിട്ട് വീഡിയോയിൽ എൻ്റെ എണ്ണ കാച്ചുന്നതിൻ്റെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട്. അല്ലെങ്കിൽ ഞാൻ ഇനി എപ്പോഴേലും എനിക്ക് ഈ പ്രാവശ്യം ഞാൻ സത്യം പറഞ്ഞാൽ എപ്പോഴും അങ്ങ് മറന്നു പോകും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് എടുക്കണമെന്ന്.
ഇതെല്ലാം വെച്ച് എല്ലാം കഴിഞ്ഞാൽ ഞാൻ ഓർക്കുന്നത്. ഞാൻ ഈ എപ്പോഴേലും ഇടാം. കാരണം ഇപ്രാവശ്യം എനിക്ക് 1-2 കാര്യങ്ങളില്ലായിരുന്നു. ഇല്ലാഞ്ഞ് വേറൊന്നുമല്ല, കറ്റാർവാഴ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എണ്ണ കാച്ചുന്നതിൻ്റെ അകത്ത് പറഞ്ഞായിരുന്നു എൻ്റെ കറ്റാർവാഴ പോയായിരുന്നു. അപ്പോൾ ഇനി അടുത്തത് വെച്ചത് ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതേന്ന് പറിക്കാറായിട്ടില്ല. അതുകൊണ്ട് കറ്റാർവാഴ മാത്രം ഇട്ടില്ല, ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. അപ്പം വേണ്ട എണ്ണ കാച്ചൽ ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ ലൈക്കും കമൻറ്റും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോകൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നുപോലെ. അപ്പോൾ തുടർന്നും നല്ല നല്ല വീഡിയോകളായിട്ട് വരാം. നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബായ്.